ഹായ് കൂട്ടുകാരെ, അനൂപാണേ. നമ്മുടെ നീലോയിൽ സുബ്രഹ്മണ്യ ഭദ്രാളി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നീലോയിൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നിന്നും നമ്മൾ പ്രകാശൊക്കെ പോകുന്ന വഴിക്കാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പം തങ്കമണിയിൽ നിന്നും പ്രകാശ് പോകുമ്പോൾ കുട്ടൻകവല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു വരികയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെത്താൻ പറ്റും. അതുപോലെ തന്നെ നീലോയിൽ റേഷൻ കട ഭാഗത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോരുകയാണെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലെത്താൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഈ ഒരു ക്ഷേത്രം ഒരു വലിയ മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ പണ്ട് തൊട്ടൊക്കെ കാണുന്നവർക്കറിയാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ മഞ്ഞൊക്കെ ഉള്ളപ്പം. അന്നത്തെ ഒരു ക്ഷേത്രവും ഇന്നത്തെ ഈ ക്ഷേത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് പണികളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഈ ഒരു ക്ഷേത്രം നിത്യപൂജയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഒക്കെ ഒന്ന് പോയി കാണാം. ഒരു 19 കൊല്ലം പഴക്കമുള്ള 2 ചെമ്പകം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ചെമ്പകത്തേലൊക്കെ കയറുമായിരുന്നു. ഇപ്പോഴും ഇതിൽ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെമ്പകത്തിൻ്റെ പൂവൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. മഞ്ഞയും വെള്ളയും കൂടെ ഉള്ള ഈ പൂവിന് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ ഭദ്രകാളിയമ്മ ദേവിയും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നൊരു ക്ഷേത്രമാണ്. ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്. ഇതാണ് ഭദ്രകാളിയുടെ ശ്രീകോവിൽ. ഇവിടെ മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പണികളും കൂടെയൊക്കെ തീരാനുണ്ട്. കമത്തോടൊക്കെ ഇടാൻ കിടക്കുകയാണ്. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി ഫ്രണ്ടിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം വരുന്നത് നമ്മുടെ കരിക്കുമേട് ഭാഗമാണ്. അവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ മാത്രമേ കാണാൻ ഉള്ളൂ. ഇതൊരു വലിയൊരു പാറപ്പുറമായിരുന്നു. ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ട്. ഇങ്ങനെ ഈ ലെവലിൽ പൊക്കിയെടുത്തപ്പോൾ ഒരുപാട് മണ്ണൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഈ കാണുന്ന സ്ഥലമൊക്കെ വാർത്ത് ഇതുപോലെ ഒന്ന് സെറ്റപ്പാക്കി എടുത്തത്. ആദ്യം കാലത്തൊക്കെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു കോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ വന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് തെടപ്പള്ളി. പണികളൊക്കെ തീരാൻ കിടക്കുകയാണ്. ഇത് ശാസ്താവിൻ്റെ ശ്രീകോവിലാണ്. ഇത് ഗണപതിയുടെ. പിന്നെ നമ്മൾ നേരെ പുറകോട്ട് പോയി കഴിയുമ്പോഴാണ് നാഗരാജാവും നാഗയക്ഷിയൊക്കെ ഉള്ള സർപ്പക്കാവ് വരുന്നത്. ഇതൊക്കെ പണിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്ന ഓടുകളാണ് മേയാൻ വേണ്ടി. മേച്ചിലൊക്കെ കഴിഞ്ഞ് മിച്ചം വന്ന ഓടുകളുണ്ട്. അതുപോലെ കമത്തൊക്കെ ഇരിപ്പുണ്ട് മേളിൽ കയറാനുള്ളത്. ഇതെല്ലാം അതിന് മേളിൽ കയറി കഴിയുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഒരു ഭംഗി ഇച്ചിരിയും കൂടെ കൂടും.
അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.